അനുകൂല നിലപാടിന് പിന്നിൽ എന്ത് എന്ന വിഷയമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. നുസ്രത്ത് ജഹാനിലേക്ക് പോവുകയാണ്. നുസ്രത്ത്, ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞു നിർത്തിയത് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു കാര്യമില്ല. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ലായി നിന്ന ശരത് പവാറാണ് ഇത്തരത്തിൽ RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. അത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും? അതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഭാവി ഇപ്പോൾ തന്നെ ഛിന്ന ഭിന്നമാകാൻ നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ സഖ്യത്തെ ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യ സഖ്യത്തിന്റെ നട്ടെല്ലും വാരിയല്ലും ഒക്കെ ഇളകി തുടങ്ങി. നമ്മളെല്ലാ ഭാഗത്തുനിന്നും കാണുന്നുണ്ട് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം. അത് കാരണം അവരെ ഇന്ത്യ സഖ്യത്തിന് നയിക്കണ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തിയും ഇപ്പൊ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാർ ഇപ്പൊ RSSനെ നോക്കി ശരത് പവാർ പറയണമെങ്കിൽ ചിട്ടയും അടക്കവും ഇത്രയും ഡെഡിക്കേഷനുമുള്ള ഒരു പ്രസ്ഥാനം വേറെ ഇല്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇത്ര സത്യാവസ്ഥയായിട്ട് ഉള്ളത്? ഈ രാജ്യത്തിന്റെ മൊത്തം അതാണ് എല്ലാം പറയണ ഇവർക്ക്. അവരുടെ ഒരു പ്രധാനമന്ത്രി മരിച്ചു അല്ലെ കഴിഞ്ഞ ആഴ്ച. അപ്പൊ 7 ദിവസം ദുഃഖാചരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റ് ദുഃഖാചരണം നടത്തിയിട്ടു എത്ര കോൺഗ്രസ്സുകാര് അത് ഏറ്റെടുത്തു? രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ന്യൂ ഇയർ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഡൽഹിയിലൊന്നും ന്യൂ ഇയർ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ വിയറ്റ്നാമിൽ പോയി. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അതൊരു സംഘ് പരിവാർ ആൾക്കാർ, അതാണ് സംഘ് പരിവാർ RSSനോടുള്ള ഒരു ഇപ്പൊ ശരത് പവാർ പറഞ്ഞ പോലെ നമ്മൾക്കും ഒക്കെ ഉള്ള താല്പര്യം അതാ. ഐഡിയോളജി നമ്മൾ ചെയ്യണ നിൽക്കുന്ന പ്രസ്താവനത്തോട് മനസ്സുകൊണ്ട് തന്നെ കൂറ്. അല്ലാതെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ഇവിടെ വന്ന് പ്രസംഗിച്ച അപ്പുറത്ത് അതിന്റെ ചിന്ത മാറ്റിയല്ല നമ്മളാരും അതിനെ സപ്പോർട്ട് ചെയ്യണേ. കാരണം അവർക്കുള്ള ഡെഡിക്കേഷൻ രാജ്യത്തൊന്നടങ്കം ഗ്രാസ് റൂട്ട് അതന്നെയാണ് അയാൾ പറഞ്ഞത്. ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് ജയിക്കാൻ പറ്റിയ സംഘ് പരിവാറിന് നടക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്ക് നടത്തില്ല? അവരെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനം അതിലുള്ളപ്പോ ഇവര് സർവർക്കറിന്റെ പറയാത്ത തെറിയൊന്നും ഈ ലോക്സഭ ഇലക്ഷൻ ഇല്ല രാഹുൽ ഗാന്ധി വരെ അല്ലെ. നാരി ശക്തിനെ എതിർക്കും, അതാണ് ഹിന്ദുത്വം അവരുടെ. നാരി ശക്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ഭാരതത്തിന് അമ്മയോട് താരതമ്യപ്പിച്ച ഒരു പാർട്ടിയല്ല പ്രസ്ഥാനമാണ് RSS. അപ്പൊ എല്ലാം RSSനോടുള്ള വിരോധ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ RSSനോടുള്ള വിരോധവും ഇവര് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത്, രാഷ്ട്രത്തെ ജനങ്ങളെ ഭാരതാമ്മയുടെ മക്കളായി കാണണോ? ചുറ്റിലുമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് തീവ്രവാദം ഉള്ളിലേക്ക് കടന്നു വരരുത്. രാജ്യം ഇത്ര അധികം മുറിച്ച് വിഭജിക്കപ്പെട്ടിട്ടും നിലനിൽക്കുന്ന ഈ ഭാരതത്തിന്റെ കൾച്ചർ വാനോളം ഉയർത്തി പിടിക്കണം എന്ന് മാത്രമല്ല ഈ ഒരു RSSന്റെ അജണ്ട. അല്ലാതെ ഒരു മുസ്ലിമിനെ പോയി എന്തെങ്കിലും ചെയ്യണോ, ഒരു ക്രിസ്ത്യാനിനെ പോയി ചെയ്യണോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഇന്ത്യന്റെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അവിടെയൊന്നും ആർക്കും ഒരു ദ്രോഹമായിട്ട് ഈ RSS സംസാരിക്കും. പക്ഷെ ഇവര് വായെടുത്ത RSS മോദി ഈ കുറ്റം പറയണ എന്താന്ന് മനസ്സിലാവാത്തെ. ഇപ്പോഴും RSSന്റെ ഇതാണ് ഭക്തിയാണെന്ന് എന്തായാലും സമ്മതിച്ചല്ലോ. അപ്പൊ അത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ RSSന്റെ ചിട്ടയും ഭക്തിയും അല്ലാതെ RSSൽ പോണമെന്നല്ല. RSS വളർത്തിയെടുത്ത BJPക്ക് രാഷ്ട്രത്തിന് ഉണ്ടാക്കാൻ പറ്റിയ മികവ്, അതിൽ എങ്ങനെയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തില് ഇവര് എങ്ങനെയാണോ പടുത്തുയർത്തി അതുപോലെ തന്നെയാണ് രാഷ്ട്രത്തില് ഇന്ന് ആൾക്കാർ അനുഭവിക്കുന്ന സുഖങ്ങൾ. ആരും ഒരു എന്തൊക്കെ പ്രോജക്റ്റ് ഈ ഗവൺമെന്റ് 10 കൊല്ലം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? താഴെ കടയിലോട്ട് സാധാരണക്കാരന് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണ എന്താണ്? കോൺഗ്രസ്, അഡാനി അംബാനിക്ക് എന്തുണ്ട്, അവർക്ക് എന്തുണ്ട്? അവർ ചെയ്യണ എനിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. രാജ്യത്ത് ഒരു ബിസിനസ് നടന്നെങ്കിലേ ഉള്ളൂ. പ്രൈവറ്റ് പാർട്ടികളോ അല്ലാതെ ഗവൺമെന്റിന് മാത്രം പടുത്തുയർത്താൻ പറ്റിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്.
അദാനി അംബാനി വിഷയമൊക്കെ ഉയർത്തി പ്രതിപക്ഷം അവിടെ നിന്ന് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തപ്പോൾ ഇറങ്ങിപ്പോകാൻ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഖ്യകക്ഷികൾ ആരും തന്നെ പോകാൻ തയ്യാറായില്ല. അതായത് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ എത്രയോ നാളായി നമ്മുടെ മുന്നിലുണ്ട്. അല്ല, അവര് പിന്നെ ഒറ്റപ്പെടാതെ ഇരിക്കില്ല. അവര് പറയണത് എന്താ, ഇപ്പോഴും അവര് പറയണത് എന്താ, രാഷ്ട്രം അവരിപ്പോ കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഒരു പാർട്ടീനെ ഡെവലപ്പ് ചെയ്ത് പ്രതിപക്ഷത്തെ ശക്തമായി ഇരുന്ന് രാജ്യം പിടിക്കാനൊന്നുമല്ല, മോദിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം, RSSന്റെ പേര് പറഞ്ഞ് തകർക്കണം, ഇസ്ലാമിക ഭീകരവാദം കൊണ്ടുവരണം. ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണ സംസാരമല്ലാതെ ഈ രാഹുൽ ഗാന്ധിന്റെ പ്രിയങ്ക ഗാന്ധിന്റെ വായന നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ? അവർ ഇത്രയധികം രാഷ്ട്രീയം പിന്നെ രാഷ്ട്രത്തെ പറ്റി സ്നേഹിക്കുന്നവരാണ്. അവർക്ക് അവരെ മുന്നിലുള്ളവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താ നൽകിയത്? ഇപ്പൊ രാഷ്ട്രീയം ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഭാരതം നോക്കിക്കഴിഞ്ഞാല് ചരിത്രത്തിന് ഇപ്പൊ അവിടെ എന്താ പറഞ്ഞത്, നമ്മൾ 1000 വർഷങ്ങൾ 2000 വർഷങ്ങൾ ആക്രമിച്ചിട്ടും ഈ രാജ്യത്തിന്റെ സംസ്കാരം ലോകത്തിൽ എവിടെയും ഭാരതത്തിനെ പോലെ ഒരു സംസ്കാരം ഇല്ല. ആ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞു. കാശ്മീരിനെ പറഞ്ഞു, കാശ്മീരിൽ 370 ആർട്ടിക്കിൾ കൊണ്ടുവന്നപ്പോ ഈ RSS രൂപീകരിച്ച ഹെഗ്ഡേവാറിനെ അങ്ങോട്ട് കടന്നപ്പോ അറസ്റ്റ് ചെയ്യിച്ച നെഹ്റു ആയിരുന്നു ഇവിടെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മരുന്ന് കിട്ടാതെ ആ ഒരു പിന്നെ കാശ്മീരിൽ കടന്ന് തണുത്ത് വിറച്ച അസുഖത്തിനുള്ള മരുന്ന് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു നെഹ്റുവിന്റെ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്ത്യന് പാസ്പോർട്ട് വേണമായിരുന്നു ഇന്ത്യന്റെ ഒരു ഭാഗത്ത്. അപ്പൊ അതിലൊക്കെ എന്താ ഉദ്ദേശം? അതിനൊക്കെ ഈ RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം പിന്നെ ഇവിടെ ബഹളം വെച്ചതിനും അവര് ഇതിന്റെ ഒരു പിന്നെ ശക്തമായിട്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും വന്ന് രാഷ്ട്രബോധത്തെ വളർത്തിയെടുത്തതിനും എന്താ തെറ്റ്? ഒരൊറ്റ ചോദ്യം മതി. നമ്മൾ ഈ സംശയം വെച്ചിരിക്കണ ഓരോരുത്തരും പറയണ്ടല്ലോ RSS പറഞ്ഞത് എന്താ? കാശ്മീർ നമ്മുടെയാണ്, നമ്മളെ ഭാഗത്ത്. അവിടെ വേറൊരു നിയമോ, അവിടുത്തെ ഉള്ളവർക്ക് ഇതല്ല. അപ്പൊ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഈ മഞ്ഞത്ത് പോലും പോകുന്ന കാശ്മീരിലേക്കാ നമ്മളെ കേരളത്തിൽ നിന്ന് ചൂടുള്ള, അറിയോ? ഫ്ലൈറ്റ് ഒക്കെ ഫുള്ളാ, ബസ് ഫുള്ളാ. അപ്പൊ ഇതൊക്കെ കാശ്മീരിൽ വന്ന അന്ന് അങ്ങോട്ട് പാസ്പോർട്ട് ഇല്ലാതെ കടന്നെന്ന് പറഞ്ഞ ഹെഗ്ഡേവാറിനെ അറസ്റ്റ് ചെയ്യിച്ച കോൺഗ്രസ്സുകാരാണ് ഇപ്പോഴും പറയണ 370 ആർട്ടിക്കിൾ കൊണ്ടുവന്നു ഇതാക്കി. എന്താ ഇപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും കാശ്മീരിലെ മുസ്ലിങ്ങൾക്കും സംഭവിച്ച് ഇതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോ ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്ക് കൂടി ഉണ്ടായിരിക്കുകയാണ്. ഒമർ അബ്ദുള്ള പറയുകയാണ് ഈ ഇന്ത്യ മുന്നണി ഒന്ന് പിരിച്ചുവിടൂ എന്ന്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു നേതൃത്വമില്ല, അജണ്ടയില്ല, വ്യക്തതയില്ല, പാർലമെന്റ് ഇലക്ഷനെ മാത്രം മുൻനിർത്തി രൂപീകരിക്കപ്പെട്ട ഈ തട്ടുപൊളിപ്പൻ മുന്നണിയാണെങ്കിൽ അതൊന്ന് പിരിച്ചുവിടുമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറയുകയാണ്.